അത് പ്ലാൻഡ് ഡയലോഗ് അല്ലായിരുന്നു. ആ മൊമെന്റിൽ എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു ഡയലോഗായിരുന്നു. അതൊക്കെ അച്ഛനത് കണ്ടിട്ട് എനിക്കൊരു നോട്ടം ഒരു ചിരിയും തന്നു. എൻ്റെ ഡയലോഗ് അടിച്ചു മാറ്റിയല്ലേ എന്ന് പറഞ്ഞു. 60% മാധവ് സുരേഷ് തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഡയലോഗ് എന്നോട് ഡയലോഗ് അവங்களுக்கு சொல்லுவாங்க. அவங்க அதை இமிடியேட்டா அப்படியே மலையாளத்தில் ட்ரான்ஸ்லேட் பண்ணுவாங்க. ഇവര് മലയാളം പഠിച്ചോ അതോ സാറ് തമിഴ് പഠിച്ചോ? നേരെ തിരിച്ചല്ലേ ചോദ്യം. നമ്മൾ തമിഴ് പഠിച്ചോ അതോ സാറ് മലയാളം പഠിച്ചോന്നല്ലേ? ഇനി പോവല്ലോ. ആൾക്കാർ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ടാണ് കുമ്മാട്ടിക്കൾ എന്നുള്ള ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. സിനിമ മേഖലയിലുള്ള എൻ്റെ അച്ഛനെ മാത്രം പറ്റിയല്ല, വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയെ പറ്റി എൻ്റെ പെങ്ങന്മാരെ പറ്റി ഇവരെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പറയട്ടെ, ഞാൻ സമ്മതിച്ചു കൊടുക്കും. പട്ടി ഉരച്ചിട്ട് അതിൻ്റെ കൂടെ കുരച്ചാൽ നമ്മൾ മണ്ടന്മാരാകത്തേ ഉള്ളൂ. ഹായ് ഹലോ വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന കുമ്മാട്ടിക്കളി എന്ന പുത്തൻ സിനിമയുടെ വിശേഷങ്ങളുമായി അതിൻ്റെ ടീമാണ് നമുക്കിപ്പോൾ ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം മാധവ് സുരേഷ് ആൻഡ് ഡയറക്ടർ വിൻസെന്റ് സെൽവ സർ ആൻഡ് റാഷിക് അജ്മൽ. ഓൾ ഓഫ് യു വെൽക്കം. അപ്പം നമ്മുടെ ഈ കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകനെ നായകനായിട്ട് ലോഞ്ച് ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിലായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ? അതും ഫസ്റ്റ് പടം ചെയ്യുന്നത് തമിഴിലെ തന്നെ ഒരുപാട് സിനിമകൾ ഹിറ്റ് ചെയ്ത വിജയ് സാറിൻ്റെ കൂടെ അജിത് സാറിൻ്റെ കൂടെയൊക്കെ പടങ്ങൾ ചെയ്ത ഡയറക്ടറുടെ കൂടെയാണ്. സോ ഹൗ ഡു യു ഫീൽ? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 2 സിനിമയിൽ ഫസ്റ്റ് റിലീസാവുന്ന കുമ്മാട്ടിക്കളയാണ്. ഞാൻ ടെക്നിക്കലി ഫസ്റ്റ് വർക്ക് ചെയ്ത സിനിമ JSK ആണ്. അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്താണ്. പ്രവീൺ നാരായണൻ സർ ഡയറക്ട് ചെയ്തതാണ്. അനുപമ പരമേശ്വരൻ, ബൈജു സർ, അസ്കർ അലി, ദിവ്യ പിള്ളൈ ഇവരെല്ലാവരും ഉള്ള കാസ്റ്റ് സിനിമയാണ്. അതൊരു വലിയ ടീമായിരുന്നു. അതിൽ ഞാൻ ഒരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ എനിക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് കിട്ടി ആസ് എൻ ആക്ടർ. അവർ പറയുന്ന ഫീഡ്ബാക്ക് കൊണ്ടും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടും പിന്നെ അതേപോലെ ഒരു നല്ല വർക്ക് എൻവയൺമെൻറ്റിലോട്ട് പോയി വർക്ക് ചെയ്യുന്നതിൻ്റെ ഓൺ ഫീൽഡ് ഒരു മിനിമം ഒരു 40-50 ഡേയ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയായിരുന്നു. അറ്റ് ദാറ്റ് പോയിന്റ് കുമ്മാട്ടിക്കളിയുടെ പ്രോജക്റ്റായിട്ട് എന്നെ അജു ആൻഡ് സജിതേട്ടൻ അവരുടെ ടീമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു. സാറും ഉണ്ടായിരുന്നു എന്ന്. ഡെന്നിസ് എന്നൊരു ക്യാരക്ടർ എന്നത് പ്രസൻറ്റ് ചെയ്തു. ഒരു 60% മാധവ് സുരേഷ് തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. റിലേറ്റബിൾ ആയിരുന്നു. 60% റിലേറ്റബിൾ ആയിരുന്നു. ബാക്കി സാറിൻ്റെ സങ്കല്പത്തിൽ എഴുതിയ ഡെന്നിസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു 40% കൂടെ ഞാൻ ആലോചിച്ചു. കഥ കേട്ടതിൻ്റെ ബേസിൽ രണ്ടും കൂടെ കൂട്ടിച്ചേർത്തപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിട്ട് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ വാക്ക് കൊടുത്തു. നമ്മളത് 2022 ഏപ്രിലിൽ 2023 ആണോ 23 ഏപ്രിൽ മെയ് ആയപ്പോഴത്തേക്കും ഷൂട്ട് തീർത്ത സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ റിലീസായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വിജയുടെ കൂടെയാണ് ഫസ്റ്റ് പടം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ ചെയ്യുന്ന ഫസ്റ്റ് പടമാണ്. സോ സാറിന് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിപ്പിച്ച ഒരു ഫാക്ടർ എന്തായിരുന്നു? இன்னைக்கு வந்து இன்னைக்கு இந்தியாவில் வந்து பார்த்தீங்கன்னாக்க மலையாள சினிமா தான் எல்லாருமே வந்து ஃபஸ்ட்டு வாட்ச் பண்ணுற அளவுக்கு ஒரு இது இருக்குது. பிகாஸ் மலையாள சினிமாவில் வந்து நல்ல ஒரு யதார்த்தமான சினிமா இல்லை. இது வந்து மலையாள ஃபிலிமில் தான் வந்துட்டு. ஸோ எல்லாருக்குமே அப்படிங்கும்போது எனக்கு மலையாளத்தில் ஒரு படம் பண்ணணும்னு ஆசை. அதுக்கு காரணம் இன்ஸ்பிரேஷனே வந்து எனக்கு நான் இன்ஸ்டியூட் பீரியடில் வந்து என்னோடக்கு வந்து இந்த அமரம் படம், நம்ம மம்முட்டி அமரம் படம் பரதன் டைரக்டர். அந்த பேக்ட்ராப் சீஷோர் பேக்ட்ராப்பில் அவர் எடுத்துருக்கு ஆலப்புழை. அந்த இடத்துல ஒரு ஷூட்டிங் நான் பண்ணணும். என்னோடய பழுதுதான் கனவு. ஸோ இதுக்கு வந்து எனக்கு ஒரு ராவான ஒரு ஃபிலிம் எடுக்கணும்னு ரொம்ப நாள் ஆசை எனக்கு. அதை வந்து மலையாளத்தில் பண்ணணும் அப்படின்ட்டு ஆசை எனக்கு. அதனால தான் இங்கே மலையாள படம் ரொம்ப ரசிச்சு வந்திருக்கேன் அந்த പടത്തെ എടുക്കുന്നത്. അപ്പം സാറിന് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് മീൻസ് സാറ് തമിഴ്നാട്ടിലാണ്. അപ്പം തമിഴ് ലാംഗ്വേജ് ആണ്. അപ്പം ഇവരുമായിട്ട് ഇടപെടുന്നത് ഇവർ മലയാളം പഠിച്ചോ അതോ സാറ് തമിഴ് പഠിച്ചോ? അത് തിരിച്ചല്ലേ ചോദ്യം. നമ്മൾ തമിഴ് പഠിച്ചോ അതോ സാറ് മലയാളം പഠിച്ചോന്നല്ലേ? എങ്ങനെയായിരുന്നു ലാംഗ്വേജ്? അതൊരു ബാരിയർ ആയിരുന്നു? அது ஒன்றும் ப்ராப்ளமே இல்லை. ஒன்றும் ப்ராப்ளம். நான் வந்து ஆக்சுவலாக வந்து எக்ஸ்பிளைன் பண்ணது ஃபுல் அண்ட் ஃபுல் தமிழ். எல்லாருக்கும் தமிழ் தெரியும் இங்கே இருக்கிறோம். அவங்க மலையாளம் அண்டர்ஸ்டாண்ட் பண்ணிக்கிறோம். நான் வந்து என்னன்னாக்கா எனக்கு என்ன டயலாக் வந்து தமிழ் தான் சொல்லும். ஃபுல் டயலாக்கு ஃபுல்லாக கான்செப்டாக ஃபுல்லாக சொல்லி முடிச்சோம். அவங்க அது அப்படியே மலையாளத்தில் ஈஸியாக ட்ரான்ஸ்லேட். ഡയലോഗ് റൈറ്റിംഗിൽ കൂടെ ഉണ്ടായിരുന്ന രമേശ് ரமேஷ் என்ன ரைட்டர் நம்ம கூட இருந்திருக்கு. அது முடிச்சோம். நம்ம இவர்கிட்ட சொல்ல இவரு மட்டும் இல்லை, லெனாமும் அப்படிதான். லெனாம் என்ன சொல்கிறாங்க, மலையாளத்தில் டைலாக் படிக்கும்போது அவங்க சொல்ல எனக்கு டைலாக் படிக்காத அப்படின்னு சொல்லுவாங்க. சார் நீங்கள் இந்த சீனை எப்படி உங்களுடைய பாயிண்ட் ஆஃப் வியூ எனக்கு சொல்லுங்கள் அப்படின்னு. நான் உங்களுக்கு கதையை அந்த சீனை எக்ஸ்பிளைன் பண்ணிவிட்டு டைலாக்கை என்னோட டைலாக் அவங்களுக்கு சொல்லுவேன்.
அவங்க அதை இம்மிடியட்டாக அப்படியே மலையாளத்தில் டிரான்ஸ்லேட் பண்ணுவாங்க. എക്സ്പീരിയൻസ് അവർ ഇമോഷൻസിൽ പിടിച്ചിരുവാർ. മാമിന്റെ ലുക്കും ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി കാണുന്ന ഒരു ലുക്കാണ്. കാരണം മാമിന് ഏത് ലുക്കും ചേരും, ഏത് ക്യാരക്ടർ കൊടുത്താലും മാം ചെയ്യും. മാമിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം അത്രയും കാലമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നത്. ഓഫ്കോഴ്സ് ഇത്രയും ഞാൻ ലണി ചേച്ചീൻ്റെ കൂടെ മുമ്പും സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ അവർ ഒരുപാട്. ഇപ്പോൾ ഈ ഇന്ദിരാമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ശരിക്കും ജീവിക്കുകയായിരുന്നു. ഈ ലുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ മാം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ സിനിമ വരുന്നത് ഒരു മുക്കുവന്മാരുടെ സ്റ്റോറിയാണ്. അപ്പൊ ആ ഭാഷ അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം ലന മാം ചെയ്ത ക്യാരക്ടറിനെ കടാപ്പുറം ആ ഒരു ടോണൊക്കെ അത് ഞങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനൊരു പാടായിരുന്നു. അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തു ആ ഒരു ഭാഷ. To be very honest, അങ്ങനെ അത്രയൊരു സിവിയർ ലാംഗ്വേജ് അഡാപ്റ്റേഷൻ വന്നിട്ടില്ല അവിടെ. നമ്മൾ കാഷ്വലി എങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവിടെ ആലപ്പുഴയിലെ ആൾക്കാരായിട്ട് തന്നെ നമ്മൾ ഇന്ററാക്ട് ചെയ്തു. ആ ഒരു ഭാഗത്ത് തന്നെ ഷൂട്ട് ചെയ്തത്. ഒരു ആലപ്പുഴ ഭാഗത്തെ ഒരു സ്ലാങ്ങിൽ മാക്സിമം ഇപ്പോൾ നമ്മളവിടെ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ആസ് ആക്ടേഴ്സ് വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ട് വന്നതല്ല. മാക്സിമം നമ്മുടെ നോളജിൽ നമ്മളുള്ള ഇന്ററാക്ഷൻസ് വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ വാക്കുകൾ, ചിലപ്പോൾ കടാപ്പുറം പോലത്തെ വാക്കുകൾ, വേറെ കുറച്ച് യൂസേജസ്. ഒരാളെ മറ്റേ ഇപ്പോൾ സോറി ഫോർ മൈ ലാംഗ്വേജ് എടാ പൊട്ട എന്ന് വിളിക്കുന്നത് ആലപ്പുഴയിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. മുണപ്പ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഒരു സ്ലാങ് അഡാപ്റ്റേഷൻ വരുന്ന അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ബിക്കോസ് അങ്ങനെ ഒരു ഫാക്ടർ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ കൊച്ചിയിലേക്ക് ഇപ്പൊ മച്ചാനെ എന്നൊക്കെ വിളിക്കുന്ന പോലെ അവിടെ കുമ്പാരി എന്നൊക്കെയാണ്. അതെ, ഞങ്ങളും സെറ്റിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്പാരി, റൂമിലെത്തിയാലും കുമ്പാരിയായിരുന്നു. അത് ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യണമല്ലോ. നമുക്കിപ്പോ ഫെമിലിയർ ആയ ഒരു കാര്യമല്ല ഈ കുമ്പാരി എന്നുള്ള യൂസേജ് ആയാലും. അപ്പൊ നമ്മള് എടാ ഏ ബ്രോ എന്ന് വിളിക്കുന്ന തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണത്. അപ്പൊ അത് ജസ്റ്റ് മേക്ക് ഷുവർ സെറ്റിലോ അങ്ങനെ തന്നെ വരുമെന്ന് നമ്മൾ ഓഫ് സ്ക്രീൻ പോകുമ്പോഴും അങ്ങനത്തെ കുറച്ച് സ്ലാങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര ഇന്റൻസ് ആയിട്ടല്ലായിരുന്നു. ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് കുറെ കൂടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള്, മദർഹുഡ്, പിന്നെ പ്രണയം വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫുൾ ആക്ഷൻ ആണ്. അപ്പം ആക്ഷൻ ചെയ്തിട്ടുള്ളത് മാഫിയ സാറും ഫിനിക്സ് സാറുമാണ്. അപ്പം അതെങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ? കാരണം ഭയങ്കര ആക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്, ഭയങ്കര നമ്മള് ഇപ്പോ പല സിനിമയിലും കാണുന്ന പോലെ 500 ആൾക്കാരെ വെച്ചോ അല്ലെങ്കിൽ 10,000 പ്രോപ്സ് വെച്ചോ ഒന്നുമല്ല നമ്മൾ ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കടപ്പുറത്ത് എന്തൊക്കെ കാണും ഒരു ഫൈറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ. തടി കഷ്ണങ്ങൾ കാണും, മീനിന്റെ വല കാണും, മീൻ വെക്കുന്ന ബാസ്ക്കറ്റ് കാണും. ഇതേപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തായിരുന്നു കടപ്പുറത്തെ ഫൈറ്റ് ചെയ്തത്. നാടൻ തല്ല് എന്നുള്ള രീതിയിലാണ്. പങ്കായ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ആ സിനിമയുടെ സെറ്റിങ്ങിനുള്ള അതിന് റിലേറ്റബിൾ ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതേപോലത്തെ ഒരു ആക്ഷന് യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എടുത്ത ഫൈറ്റ്സ് തന്നെയാണ്. മോർ ആക്ഷൻ, ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ഷനിൽ ഫോക്കസ് ചെയ്ത് അല്ലെ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ അതിന്റെ ഗ്ലാമറിലോ ഗ്ലോറിയിലോ ചെയ്തിരിക്കുന്നതല്ല. സിനിമയുടെ പേര് നോക്കുന്ന സമയത്ത് കുമ്മാട്ടിക്കളി ഒരു ഫോക്ക് ആർട്ട് ഫോം ആണ്. അപ്പം നോർമലി അതൊരു മാസ്ക് ഇട്ട് കളിക്കുക, ഒരു മുഖംമൂടി വെച്ചിട്ട് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ്. അപ്പം പക്ഷേ ട്രെയിലർ കാണുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് കുമ്മാട്ടിക്കളിയുടെ ദിവസമാണ് ഈ കുട്ടികളെ ഇന്ദിരാമയ്ക്ക് കിട്ടുന്നത്. അപ്പം കുമ്മാട്ടി ബോയ്സ് എന്ന് വിളിക്കുന്നു. അവരുടെ സ്റ്റോറി പറയുന്നത് കൊണ്ടാണോ കുമ്മാട്ടിക്കളി, അതോ ഇതിനൊരു മുഖംമൂടി വെച്ചിട്ട് ഒരു ഹിഡൻ മീനിങ് വല്ലതും ഉണ്ടോ സിനിമയുടെ സ്റ്റോറി? അല്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ അഗൈൻ ഈ പിള്ളേർ തമ്മിൽ ചേർന്നതാണെങ്കിലും പിള്ളേർക്ക് ഇന്ദിരാമ്മയെ കിട്ടിയതാണെങ്കിലും സിനിമയുടെ എൻഡ് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്ലോറി ആസ്പെക്ട്, അത് ഒരു വിക്ടറിയുടെ ആസ്പെക്ട് കാണിക്കുന്നതാണെങ്കിലും എല്ലാത്തിലും കുമ്മാട്ടിക്കളിയുണ്ട്. കുമ്മാട്ടിക്കളി എന്നൊരു ഫോം വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് ഈ സിനിമയിലോട്ട്. മെയിൻലി ഇതിന്റെ സ്റ്റാർട്ടിലാണ്. കാര്യം ഈ പിള്ളേർ തമ്മിൽ കണ്ടുകിട്ടാൻ കാരണവും കുമ്മാട്ടിക്കളിയാണ്, ഇന്ദിരാമ്മയെ കണ്ടുകിട്ടാനും കാരണം കുമ്മാട്ടിക്കളിയാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർ അവരുടെ ജീവിതമാർഗം തിരഞ്ഞെടുക്കുന്നത് ചൂസ് ചെയ്യുന്നതും അല്ലാതെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ബേസ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വരിക. ഇതിലുള്ള ഈ ഇന്ദിരാമ്മൻ്റെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതം മാർഗം ഒന്ന് കുമ്മാട്ടിക്കളിയാണ്. ഇവര് അത് ചെയ്യുന്ന ആൾക്കാർ. അതെ അതെ, ക്യാരക്ടർ കുമ്മാട്ടിക്കളി ഫെസ്റ്റിവൽ എന്ന പടത്തിലെ ഒരു ക്യാരക്ടർ. അങ്ങനെ അതായത് ഇതിലെ ക്യാരക്ടേഴ്സ് ഇപ്പം ഡെനീസ് ആയാലും റാഷിഖിന്റെ ക്യാരക്ടറിന്റെ നെയിം ഭൈരവൻ. ഓക്കെ. അപ്പം ഇവര് കുമ്മാട്ടിക്കളി കളിക്കുന്ന ആളുകളാണ് അത് വെച്ച്. ഓക്കെ, അവരുടെ സ്റ്റോറി അവരുടെ ലൈഫായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു മുക്കോറുടെ സൈഡും ഉണ്ട്, ഫിഷർമെൻ. അതുകൊണ്ട് കുമ്മാട്ടി കളി
പെർഫോം ചെയ്യുന്ന പിള്ളേരുമായിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഈ സിനിമയുടെ ട്രെയിലറിന്റെ താഴെ വന്ന ഒരുപാട് കമന്റാണ് ഗോലി സോഡ എന്ന് പറയുന്ന സിനിമയായിട്ടൊരു റെഫറൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വരുന്നത്? இல்லை அது கனெக்ஷன் வந்து என்னோட எல்லாருமே சொல்றாங்க. ஒரு சில பேர் எங்கே சென்னையில் எல்லாரும் பார்த்துட்டு இது பொல்லாத ஸ்டைலில் இருக்கு. அப்படி இங்கே நான் வந்து கோபி சார் கிட்ட காசு சொன்னேன், முரளி கோபி சார் சொன்னாரு இல்லை இந்த படம் ஒரு உதயம் பேட்டர்ல இருக்கு அப்படின்னு. ஏன்னா இது எல்லாமே ஒரு யூத் ஃபார்மேஷன். ഇപ്പൊ ജവാൻ എന്ന് പറയുന്ന സിനിമ ஒரு ஆக்ஷன் போது ஒரு வயலண்ட்ல இல்லை பசங்களுடைய அதான் ஒரு எமோஷன் தான் அந்த கதை. அது அது அந்த மாதிரி ஃபிலிம்ஸ் எல்லாமே அந்த ஸ்டைலில் வந்துருக்கு, ரிலேட்டடாக ஃபிலிம்ஸ். அதனால அவங்க ஒவ்வொருத்தருக்கும் ஒருத்தர் பாயிண்ட் ஆஃப் அவர் பாயிண்ட் ஆஃப்ல சார் உதய ஸ்டைலில் எனக்கு இந்த படம் இருக்கு அப்படின்னாரு. இன்னொருத்தர் நீங்கள் சொன்ன மாதிரி சொல்ல கொஞ்சம் டச்சுக்கு പൊള്ളാതവൻ സ്റ്റൈലിൽ அப்படி இருக்கு. அது ഫാക്ട് வந்து പൊള്ളാതവൻ தான். മാത്രമല്ല ഒരിക്കലും ട്രെയിലർ കൊണ്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. കാരണം അതല്ലാതെ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞത് ശരി, അതിൽ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. കമന്റിന്റെ അടിയിൽ ഫുള്ള് പടമുണ്ട്. അതെ അതെ, ട്രെയിലർ കണ്ടാൽ മതിയല്ലോ ഫുൾ പടമുണ്ട്. അപ്പൊ അതിനപ്പുറം ഒരു സസ്പെൻസ് ഇല്ലേ? സസ്പെൻസ് അല്ല, ഒരുപാട് കഥകൾ. അതല്ലാതെ ഒരുപാട് കാര്യങ്ങളും പ്രേക്ഷകർ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. எல்லாம் வந்து சொல்லிட்டு இருக்காங்களே, அதுல வேற சப்ஜெக்ட் வரும். அது அப்போதான் உங்களுக்கு தெரிய வரும் அந்த மூவியில். இந்த படம் அப்படியே ப்ரீ கிளைமேக்ஸ் முன்னாடி ஸ்கிரிப்ட் மாறும், கம்ப்ளீட் புதுசா இருக்கும். இங்க நடந்த ஒரு ரியல் இன்சிடென்ட் தான் அந்த படத்துல இருக்கு. இந்த லேனா மூலியமா ഓപ്പൺ ആവും. അതിപ്പോ സാറ് പറഞ്ഞ വെച്ചാണെങ്കിലും അജു പറഞ്ഞ വെച്ച് നോക്കിയാലും രണ്ടും ആൾക്കാരുടെ പെർസ്പെക്ടീവ്സിൽ ഡ്രിവൺ ആയ കമന്റ്സ് ആണ്. സാറ് ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള പറഞ്ഞു, അജു പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള പറഞ്ഞായിരുന്നു എങ്ങനെയാണ് അവരുടെ പെർസ്പെക്റ്റീവ് സിനിമയെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്. എൻ്റെ ഉദ്ദേശത്തിൽ ഇത് എങ്ങനെയാ പറയാ, ആൾക്കാർ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ടാണ് കുമ്മാട്ടിക്കൾ എന്നുള്ള ടൈറ്റിൽ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന ഫ്രാഗ്മെന്റ്സ്, ട്രെയിലറിൽ കണ്ടതാണോ സിനിമയിൽ ഫുള്ളായിട്ടുള്ളത്. നമുക്കൊരു ട്രെയിലർ കണ്ട് സിനിമ ഇത്രയാണെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. 2 മിനിറ്റിന്റെ ഫുട്ടേജ് വെച്ച് 2 മണിക്കൂറിന്റെ ഫുട്ടേജ് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അതേപോലെ 2 വാക്ക് ഒരു സെന്റൻസിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു അർത്ഥം അതിന് കൊടുക്കാൻ പറ്റത്തില്ല. കോണ്ടെക്സ്റ്റ് എല്ലാം മാറും. അപ്പോൾ സിനിമ കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കുമ്മാട്ടികൾ. പിന്നെ ഈ കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാര് നെഗറ്റീവ് കൂടുതലും അതങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. പക്ഷെ லவ் சீன்ஸ் கம்ப்ளீட்டா புதுசா இருக்கும். இந்த படத்துல லவ் சீன்ஸ் ரொம்ப டிஃபரெண்டா இருக்கும். ഒരു റൊമാൻസിലേക്ക് വരുന്ന സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ ആ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ അധികം റൊമാൻറ്റിക് സിനിമകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. സൂര്യപുത്രൻ, പിന്നെ ഇപ്പം ലാസ്റ്റിലേക്ക് വന്നാൽ വരനെ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിനിമകളേ ഉള്ളൂ. അപ്പം മാധവിലൂടെ അത് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൂവീസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു രീതി ടൈപ്പ് കാസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹം വന്നിട്ടില്ല. ഒരു ആക്ടർ എന്നുള്ള തൊഴിൽ പെർസ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എത്ര ടൈപ്സ് ഓഫ് റോൾസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിച്ചാൽ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ അവർക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കൂടുന്തോറും അവരുടെ സ്വയമേ ഉള്ളൊരു ബിലീഫുണ്ട്, ഞാൻ നല്ലതാണ് എന്നുള്ള ബിലീഫുണ്ട്, അത് കൂടത്തേ ഉള്ളൂ. ഇപ്പം ഞാനെന്നൊരു ആക്ടറിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് റൊമാൻറ്റിക് ഹീറോ, നോ ആക്ഷൻ ഹീറോ അല്ല. ആക്ടർ ആണെങ്കിൽ എല്ലാ ടൈപ്പ് റോള് ചെയ്യേണ്ടിയും വരും. ഒരു പ്രത്യേക ലെവലിൽ അറിയപ്പെടാൻ താല്പര്യമില്ല. ഞാനൊരു ആക്ടർ ആവുകയാണെങ്കിൽ എന്നെ എന്ത് ക്യാരക്ടർ വന്നാലും അറ്റ്ലീസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരു മനുഷ്യന്. തരുന്ന 80% ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, ബയോളജിക്കലി ഇമ്പോസിബിൾ ആണ്. പക്ഷെ അതേ സമയത്ത് എൻ്റെ അടുത്ത് വിഷമമുള്ള ഒരു മകൻ്റെ റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കതും പറ്റും. അതേപോലെ വിഷമമുള്ള ഒരു അപ്പൂപ്പൻ്റെ റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഈ പ്രായത്തിൽ. സോ അതിന് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറിന് ആ ഒരു സ്കെയിലിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളൂ ആസ് എൻ ആക്ടർ. പിന്നെ കുമ്മാട്ടിക്കളിയിൽ പറഞ്ഞ പോലെ അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഓഫ് റൊമാൻസ് ഉണ്ട്, അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഓഫ് ആക്ഷൻ ഉണ്ട്, അതിൻ്റെതായ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ലവിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഫാമിലിക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ കുറേ ഫ്രാഗ്മെന്റ്സ് വന്ന് ചേരുന്ന ഒരു സിനിമയാണ് കുമ്മാട്ടിക്കളി. ഈ സിനിമയിൽ എനിക്ക് പല ആസ്പെക്ട്സ്, ഈ ആക്ടിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞ ഇതിന്റെ പല ആസ്പെക്ട്സിലും ഒരു ബേസ് റേഞ്ച് എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും. ഇപ്പം റൊമാൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ റൊമാൻസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്? പാട്ടിൽ ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയില്ലേ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അത് ഒരു തൊഴിലല്ല, ജസ്റ്റ് ആക്ടിങ്, ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. അതിൽ ഒരു ട്രെയിലറിൽ കാണിച്ചൊരു സീൻ ഉണ്ട്, ഇതാണോ റൊമാൻസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതുക്കും മേലെ സുരേഷ് ഗോപി ചേട്ടൻ ആ സിനിമയിൽ റെഫറൻസ്, അത് ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? അത് ഐ തിങ്ക്
സിംഗിൾ ടേക്കിൽ ഓക്കെ കാരണം ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം നമുക്ക് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ അത് പ്ലാൻഡ് ഡയലോഗ് അല്ലായിരുന്നു. സ്ക്രിപ്റ്റിലില്ല. അതെ. സോ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ ആയാലും എന്റെ ചേട്ടനെ ആയാലും അച്ഛന്റെ ഈ ഒരു റെഫറൻസ് കിടപ്പുള്ളതുകൊണ്ട് അച്ഛന്റെ ഡയലോഗ്സും അച്ഛന്റെ മാനറിസും റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം കാണും. അത് സ്വാഭാവികമാണ്, ആരെയും കുറ്റം പറയല്ല ഞാൻ. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഡയലോഗ് അവിടെ വന്നത് പ്ലാൻഡ് ആയിട്ടല്ലായിരുന്നു. ആ മൊമെന്റില് എന്റെ മനസ്സിൽ വന്നത് ആ ഒരു ഡയലോഗ് ആയിരുന്നു. ആൻഡ് ആ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്ലേസ്മെന്റ് കറക്റ്റ് ആണ്, അതിന് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ സുരേഷ് ഗോപിയുടെ മോഹനായോണ്ട് മാധവ് അത് പറയുന്നതല്ല. ആ സീനിന് റെഫറൻസിനും കറക്റ്റ് ആയിട്ടൊരു വാലിഡിറ്റി ഉള്ളതുകൊണ്ട് അതിന്റെ പുറകെ പോയി പറയുന്നതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ മാധവ് ആയതുകൊണ്ട് ആ സീനിന്റെ റേഞ്ച് കുറച്ചുകൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. അതെ, അത് ഞാൻ നേരത്തെ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. 50% അത് അച്ഛൻ ആയതുകൊണ്ട് ജീനിൽ ഓൾറെഡി അതുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്തായാലും അത് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. ഇപ്പം സാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ സാറിൻ്റെ പേരിനെ സംബന്ധിച്ച് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അതായത് നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള വിൻസെന്റ് സാറിന്റെ അദ്ദേഹത്തോടുള്ള ഒരു ആരാധന കൊണ്ടാണ് സാറിന്റെ പേരിന്റെ മുന്നിൽ ഈ വിൻസെന്റ് എന്നുള്ള പേര്. ശരിക്കും അതുള്ളതാണോ? வின்சென்ட் ஆக்சுவலாக வின்சென்ட்ன்றது கேமராமேன் வின்சென்ட் மாஸ்டருடைய பேர். பேசிக்கலாக வந்து எனக்கு நான் இன்ஸ்டியூட் படிக்கிற இப்போ ஸ்கூல் படிக்கிற காலத்துலேருந்து ஸ்டில் மேலே ரொம்ப இன்ட்ரெஸ்ட் எடுத்துருக்கேன். அப்போ வின்சென்ட் மாஸ்டர் வந்து அவர் தான் வந்து சவுத்தில் வந்து பெரிய கேமராமேன். எல்லா ஸ்ரீதருடைய படத்துக்கு எல்லாமே அவருடைய சன் தான். ஜெயனன் சார், அஜயன் சார்லாம் அவருடைய சன் தான். அவருடைய இன்ஸ்பிரேஷனில் தான் அது பண்ணேன். அதுக்கப்புறம் தான் வந்து நான் போய் அவரை மீட் பண்ணேன். ஸோ அவரும் ரிட்டையர்மெண்ட் ஆகிட்டு இருந்தார். நீ சினிமாட்டோகிராஃபி பண்ணோம் ஆசை அப்படின்னும் போது ஜெயனன் கிட்ட போ அப்படின்னாரு. அப்புறம் ஒரு 1 month திடீர்னு கூப்பிட்டாங்க. அவர் மீட் பண்ணும்போது சொன்னார், கோ அண்ட் ஜாயின் இன் இன்ஸ்டியூட்னாரு. எல்லாம் போனால் ஒன்று சும்மா கேபிள் தூக்க விட்டுருவாங்க, நீ போயிட்டு சினிமாட்டோகிராஃபி வேணா ஜாயின் பண்ணணும். அப்படி தானே சினிமாட்டோகிராஃபிக்கு நான் ஆக்சுவலாக படித்து சினிமாட்டோகிராஃபி இன்ஸ்டியூட். என்னோட ஷார்ட் ஃபிலிம் இன்ஸ்டியூட்டில் பண்ண கோல்டு மெடல் கிடைச்சது. அதை பேஸ் பண்ணி தான் ഡയറക്ഷൻ എൻട്രി ആச்சு. സാറിന്റെ ഫസ്റ്റ് പടത്തിലെ വിജയ് സാർ ഇപ്പം സിനിമകൾ നിർത്താൻ പോവാണ്. ഇപ്പം ലാസ്റ്റ് ഗോട്ട്, ദളപതി 16 ആണ് വരുന്നത്. അപ്പം ആ ഒരു ഫീലിംഗ്, ആദ്യത്തെ നായകൻ സിനിമ അഭിനയം നിർത്തുകയാണ്, അതുപോലെ അത്രയും വളർന്നു വന്നിട്ടുള്ള ഒരു നിർത്തലാണ്. അപ്പം എന്താണ് ആ ഒരു ഫീലിംഗ്? எனக்கு வந்து விஜய் வந்து என்னன்னாக்கா வந்து இப்போ வந்து அவருடைய இது வந்து ரொம்ப எக்ஸ்ட்ரீமாக போச்சு. அப்போ ரொம்ப கேஷுவலாக சாதாரணமாக தான் இருந்தார். அவருக்கு இந்த இவ்வளோ பெரிய இது அவ்வளோ வருவாருன்னு ஒரு மைண்டுக்குள்ள அவருக்குள்ள ஒரு டிசிஷன் எடுத்துட்டு இருந்தாரு. பிரபஞ்சம் அவரை ஒரு பெரிய லெவலில் ஆக்கி விட்டுச்சு. அவருடைய ஹார்ட் ஒர்க் ஆட்டிடியூட் அவர் தான், வேற ஒன்றும் இல்லை. இப்போ நம்ம இருக்காரு, ஹீரோ இருக்காரு. அவர் ஹீரோ வந்து எனக்கு அவருடைய ஒர்க்கை பார்க்குறாரு. அவரு நான் எனக்கு கொடுத்த ஒர்க்கை நான் கரெக்டாக பண்ணோம். எங்கள் ஃபாதருடைய நேமை நான் காப்பாற்றேன். அப்படி தான் ஒர்க் பண்ணிட்டு இருக்கிறாரு. இப்போ செட்டில் கூட பார்த்தீங்கன்னா சூப்பர் ஸ்டார் பையன் மாதிரியே இருக்க மாட்டார். அவர் ரொம்ப சாதாரணமாக எல்லாருக்கும் அட்வைஸ் பண்ணுவார். எல்லாருக்கும் அட்வைஸ் போய் நான் சொல்ல விடுப்பா, நான் திட்டுனா கூட சார் கொஞ்சம் ப்ளீஸ் சார் அப்படின்ட்டு போயிட்டு அங்கே கன்வின்ஸ் பண்ணுவாப்புல. அது வந்து என்னக்கா வந்து அப்படி ஒரு ஆட்டிடியூட் இருக்குது. அது மாதிரி வந்து விஜய் அப்படி தான், வெரி சிம்பிள். என்னைக்கு இவ்வளோ பெரிய இது காரணத்துக்கு அவரோட சிம்பிளிசிட்டி ஆட்டிடியூட் தான் காரணம், வேறு ஒன்றுமே. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. വി ആർ പ്രോൺ ടു മിസ്റ്റേക്സ്. ഇപ്പോൾ 30 years പ്ലസ് വർക്ക് ചെയ്ത സാർ ആണെങ്കിലും ന്യൂ കമറായി വന്ന ഞാനാണെങ്കിലും അതേപോലെ 30+ years വർക്ക് ചെയ്ത എൻ്റെ അച്ഛനാണെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. എപ്പോഴും സിനിമ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് എല്ലാവരും ഓപ്പൺ മൈൻഡോടെ അവരുടെ മിസ്റ്റേക്സ് സ്വീകരിക്കാൻ തയ്യാറായാൽ കുറേ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും സിനിമയിൽ. അതിൻ്റെ കണ്ടന്റ് പുറത്തു വരുമ്പോൾ ആ മിസ്റ്റേക്സ് കാണാതിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് കീ ഓവർ ദർ. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതൊക്കെ ഓരോ ആൾക്കാരുടെ തീരുമാനമാണ്. അതേപോലെ എല്ലാവരും മനുഷ്യരാന്ന് കണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും സിനിമയിൽ മാത്രമല്ല ലൈഫിൽ അവോയ്ഡ് ചെയ്യും. സോ യെസ്. നിങ്ങൾ ഈ ഒരു 4 ബോയ്സിന്റെ ആ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു, സെറ്റിലും അല്ലാതെയൊക്കെ? ഞങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അടുത്തു എല്ലാവരും. പിന്നെ നമ്മൾ അതെ കാര്യം ഇപ്പൊ ഓൺ സ്ക്രീൻ റാപ്പോ കാണുന്നത് തന്നെ ഇപ്പൊ ഒരു മനുഷ്യന് പരിധിക്കുള്ളിൽ അഭിനയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമ്മളെല്ലാവരും സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ആക്ടേഴ്സാണ്. എക്സെപ്റ്റ് ധനഞ്ജയ്. 4 Boys നോക്കിക്കഴിഞ്ഞാൽ മിഥുൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു കുമ്മാട്ടി. എൻ്റെ ഫസ്റ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്ന എൻ്റെ സെക്കൻഡ് പ്രോജക്റ്റ് ആണ്. അജുവിന്റെ 6th മൂവിയാണ്. അതെ, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പട്ടണത്തിൽ ഭൂതം. ധനഞ്ജയ് നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവൻ്റെ കരിയറിൽ 26 or 27 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇത് ആസ് എൻ അഡൾട്ട് 22 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ധനഞ്ജയുടെ 2ാമത്തെ സിനിമയാണ് കുമ്മാട്ടിക്കളി. എല്ലാവരും അവരുടെ പുതിയ ഡൈനാമിക് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ സ്റ്റോറിയിൽ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ
അപ്പോൾ ഓഫ് സ്ക്രീൻ ആയാലും ആ ഒരു ബോണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ആ ക്യാരക്ടറും നെസസറി ആയിരുന്നു. ആൻഡ് ഈവൻ അറ്റ് ദിസ് പോയിന്റ് നമ്മളെല്ലാവരും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോ അത് ഡെഫിനറ്റ്ലി ഓൺ സ്ക്രീൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ചെയ്തതിൽ കോൺഫിഡന്റ് ആണ്, ചെയ്തതിൽ കോൺഫിഡന്റ് ആണ്. ഓഫ് സ്ക്രീൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ഓൾ ഓഫ് us, I think I can speak for all of us. ഈ റിലേഷൻഷിപ്പ് നമ്മൾ ലൈഫ് ലോങ് വാല്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇപ്പം റാഷിക്കിലെ വരുന്ന സമയത്ത് പട്ടണത്തിൽ ഭൂതമായിരുന്നു ഫസ്റ്റ് സിനിമ. അപ്പൊ അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും ഒരു ക്യാരക്ടർ റോളിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു സ്പിരിറ്റില് ഒരു ചെറിയ വേഷം ചെയ്തായിരുന്നു. പിന്നെ മധ്യവേനൽ, മരിച്ചുപോയി മധു കേതപ്പുറം സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. പിന്നെ ടീൻസ് എന്നൊരു പടം ചെയ്തു. പിന്നെ മാർത്താണ്ഡവർമ്മ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പം മാധവന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പൊതുവെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ച് റിപ്ലൈ കൊടുക്കുന്ന ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട്. കമന്റുകൾ ശരിക്കും ബാധിക്കാറുണ്ടോ മാധവനെ? അത് റിപ്ലൈ ഭയങ്കര ചുട്ട മറുപടിയാണ്, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് തന്നെ ഒരു ഹര വരും ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് എഫക്ട് ചെയ്യാറുണ്ടോ? മീൻസ് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യാറുണ്ടോ? ടു എ പോയിന്റ്. കുറച്ചു കാലം മുന്നേ വരെ തന്നെ, കുറച്ചു കാലം എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ തന്നെ എഫക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പഠിച്ച് വളരുന്നതിൻ്റെ അല്ല. ഈ ആൾക്കാർ കമന്റ് ഇടുന്ന ആൾക്കാർ മോശമായിട്ടും, അതും മോശമെന്ന് പറയാൻ പറ്റത്തില്ല, വൾഗർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അതും സിനിമ മേഖലയിലുള്ള ഒരു പബ്ലിക് ഫിഗറായ എൻ്റെ അച്ഛനെ മാത്രം പറ്റിയല്ല, വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയെ പറ്റി, എൻ്റെ പെങ്ങന്മാരെ പറ്റി വരെ കമന്റ് ഇട്ടിട്ടുണ്ട്. സോ ഇതിനൊക്കെ ഒരു റെസ്പോൺസ് ഒരു പരിധി കൂടുതൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പം അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. കാര്യം ഞാൻ റിയലൈസ് ചെയ്തു, പട്ടി ഉരച്ചിട്ട് അതിൻ്റെ കൂടെ കുരച്ചാൽ നമ്മൾ മണ്ടന്മാരാകത്തേ ഉള്ളൂ. എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പലപ്പോഴും ആൾക്കാർ റിയലൈസ് ചെയ്യാറില്ല സ്വന്തം കുടുംബത്തിനെ പറ്റിയോ സ്വന്തം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അവർക്ക് എങ്ങനെ ഫീൽ ആവും. ഇതൊക്കെ ആലോചിച്ചാൽ മറ്റൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ തോന്നത്തില്ല. പിന്നെ ഒരാളൊരു പബ്ലിക് ഫിഗർ ആണെന്ന് പറഞ്ഞ് അയാളായിട്ട് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഒരു സംതിങ് ദാറ്റ് ദ വേൾഡ് ഇസ് യൂസ്ഡ് ടു. 4 പേര് അറിയുന്ന ഒരാളെ കുറ്റം പറയുമ്പോൾ അതിലൊരു തമാശ കണ്ടുപിടിക്കുന്നുള്ളത്. ഇവരും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യർ തന്നെയാണ്. ഇതൊന്ന് റിയലൈസ് ചെയ്ത് അതേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കമൻസിനൊന്നും വില കൊടുക്കാറില്ല. കാര്യം എൻ്റെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവർ പറയുന്ന പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. ഇവർ എനിക്ക് വീട്ടിൽ കൊണ്ട് പൈസ തരുന്നതുകൊണ്ടോ ഫുഡ് കൊണ്ട് തരുന്നതുകൊണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഒരു കാലം വരെ എൻ്റെ അച്ഛൻ ഇപ്പോഴും ടു ദ മോസ്റ്റ് പാർട്ട് അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നട്ടല്ലൊടിച്ച് കൊണ്ടുവരുന്ന അന്നമാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുമാണ്. ഈ ആൾക്കാരല്ല എൻ്റെ വീട്ടിൽ കൊണ്ട് എനിക്ക് ഒന്നും തരുന്നത്. ഇപ്പം ഇവർ പറയുന്നത് എനിക്ക് വകവയ്ക്കേണ്ട ആവശ്യമില്ല. അത്രേ പറയുള്ളൂ അതിനെപ്പറ്റി. ആൾക്കാർ കൂടുതൽ നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പം മീഡിയാസ് ഒക്കെ ഇപ്പൊ കാലം പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ 4 പേര് ഇന്ന് സംസാരിക്കും. ഇപ്പോൾ മീഡിയാസിൽ ഒന്നും കൂടി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബ്രോഡായി കാര്യങ്ങളൊക്കെ, അപ്പുറം ഇന്ററാക്ട് ചെയ്യാൻ. അതെ അതെ. അപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അഫ്കോഴ്സ് നല്ലവരും ഉണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അവരധികം കമന്റോ അങ്ങനെ കാര്യങ്ങൾ ഇടാത്തവരായതുകൊണ്ടായിരിക്കും. അതെ അതെ. എൻ്റെ അച്ഛൻ അതിനെപ്പറ്റി ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ID വെരിഫൈഡ് ആയിരുന്നു, നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫൈഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ സജസ്റ്റ് ചെയ്തായിരുന്നു. അതിന് ഒരു 100 ട്രോള് കിട്ടിയായിരുന്നു. പക്ഷേ അതെ, അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് സോഷ്യൽ മീഡിയ കമന്റ് അടിക്കുന്ന 99% ആൾക്കാരും, ഞാൻ 1% ബാക്കി വെച്ചിരുന്ന വേറൊന്നുമല്ല, അത്ര നട്ടലുള്ള ആൾക്കാരുണ്ട്. 99% ആൾക്കാരും ഈ കാണിക്കുന്ന പരിപാടി കാണിക്കത്തില്ല. പലർക്കും സത്യം പറഞ്ഞ ഒരു കീബോർഡിന്റെ ബാക്കിലിരുന്നോ ഫോണിന്റെ ബാക്കിലിരുന്നോ കമന്റ് ചെയ്യാനുള്ള ധൈര്യമേ ഉള്ളൂ. അവരുടെ മുഖത്ത് നോക്കിയിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇവന്മാർക്കൊന്നും കാണത്തില്ല. പോരാളി ഷാജി. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവര് എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയട്ടെ, ഞാൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷെ ഒരു സ്ക്രീനിന്റെ പുറകെ ഇരുന്ന് ഇത്രയും കാണിക്കുന്നത് വലിയ ധൈര്യമെന്ന് വിചാരിച്ചിരിക്കുന്ന അവരാ സന്തോഷം കൊണ്ട് ജീവിച്ചോട്ടെ. ഞാൻ എൻ്റെ പണിയെടുത്ത് എൻ്റെ കുടുംബം അവരുടെ പണിയെടുത്ത് ജീവിച്ച് മുന്നോട്ട് പോവുക. ഇവർ പറയുന്ന കാരണമല്ല നമ്മൾ ജീവിക്കുന്നത്. സോ ഇറ്റ് ഡസന്റ് റിയലി എഫക്ട് മീ എനിമോർ. സാർ ഈ കമന്റുകളൊക്കെ വായിക്കാറുണ്ടോ? എന്ത് തോന്നുന്നു? நம்ம அது பெருசாக எடுத்துக்கிறது நம்மளுக்கு ஃபஸ்ட்டு இனிஷியல்லாம் வந்து நம்ம படத்தை பற்றி கமெண்ட் பண்ணோம், கொஞ்சம் கோவம் இருக்கும். எனக்கு அது ரொம்ப ஈஸியாகிடுச்சு. அது அவளை அது ஒன்றும் அதெல்லாம் கண்டுக்கவே மாட்டேன்.
ഞാൻ നേരത്തെ ആ ഒരു ഡയലോഗിനെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ കണ്ടിട്ട് ആ ഡയലോഗ് എന്ത് പറഞ്ഞു ആ ഒരു സീന് അതുക്കും മേലെ? അച്ഛനത് കണ്ടിട്ട് എനിക്കൊരു നോട്ടുന്നൊരു ചിരിയും തന്നു. എന്റെ ഡയലോഗ് അടിച്ചു മാറ്റിയല്ലേ എന്ന് പറഞ്ഞു. എന്റെ ഡയലോഗ് അടിച്ചു മാറ്റിയല്ലേ എന്ന് പറഞ്ഞു. ഒന്നും പറയാനും പറ്റില്ല. ഓക്കെ, അപ്പം എന്തായാലും ഓണത്തിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താണ്. എന്താണ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത്? സോ പ്ലീസ് ஆடியன்ஸு நம்ம ட்ரை பண்ணியிருக்குது மலையாளத்தில். ஏன்னா தமிழ்லேருந்து ஒரு மலையாளத்துக்கு ஒரு படம் நம்ம ட்ரை பண்ணிட்டு இருந்திருக்கு. நான் என்ன சொல்கிறேன்னாக்கா, நிறைய பெரிய படம்லாம் வரும், அந்த படம் பாருங்க. அந்த படம் நம்ம படத்தையும் கொஞ்சம் ப்ரிஃபரன்ஸ் கொடுத்து டிக்கெட் கிடைக்கல நம்ம படத்தை வந்து கொஞ்சம் பாருங்க. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പടം ഹിറ്റ് ആവട്ടെ, കുമ്മാട്ടിക്കളി ഹിറ്റ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.